ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റാണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ ബാങ്കിങ്ങും കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ബേസിക് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ദാറ്റ് അലൗസ് യു ടു ഡെപ്പോസിറ്റ് മണി, keep it safe and withdraw fund all while earning interest. Savings account offered by most banks, credit union and other financial institutions. അതായത് സാധാ ബേസിക് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ്, ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ പിന്നെ നമുക്ക് നമ്മുടെ മണി ഡെപ്പോസിറ്റ് ചെയ്യാനും കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കം, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് വിഡ്രോ ചെയ്യാനുമുള്ള ഒരു ബേസിക് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് യൂണിയനും അത് മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രൊമോട്ട് സേവിങ്സ്, ആൾക്കാരുടെ എക്സസ് ആയിട്ടുള്ള ചിലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന പൈസ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ദി നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ്. എത്ര ഡെപ്പോസിറ്റ് ഇടുന്നതെന്നോ എത്ര സംഖ്യക്ക് ഇടുന്നതെന്നോ എത്ര പ്രാവശ്യം ഇടുന്നതെന്നോ ഒന്നും വെരി ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു റെസ്ട്രിക്ഷൻസും അതിൻ്റെ മുകളിലില്ല. മൂന്നാമത്തത് വിഡ്രോവൽസ് ആർ അലൗഡ് സബ്ജക്റ്റ് ടു സർട്ടൻ റെസ്ട്രിക്ഷൻസ്. വിഡ്രോവൽസിന് എന്തുണ്ട്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലെങ്കിലും വിഡ്രോവലിന് എന്തുണ്ട്, ഒരു കണക്കുണ്ട്, അതിന് റെസ്ട്രിക്ഷൻസ് ബാധകമാണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് നേച്ചർ. അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ദർ ഇസ് നോ മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിങ്. ഇത്ര ദിവസം ഇടണമെന്നോ അല്ലെങ്കിൽ ഇത്ര മാസം ഇത്ര വർഷം അതിൽ ഡെപ്പോസിറ്റ് വേണമെന്നോ എന്നൊന്നും ഒരു മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഒന്നും അതിനില്ല. നോ ലോൺ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ബാങ്ക് ഒന്നും ചെയ്യുന്നില്ല, ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അക്കൗണ്ട് ഉണ്ടെന്ന് കരുതി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ബാങ്കും സേവിങ്സ് പിന്നെ ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബാങ്ക്സ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. ഈ അടുത്തായിട്ട് ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് എന്താണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഹാബിറ്റ് ഓഫ് സേവിങ്സ് എമംഗ് ലോവർ ഇൻകം ഗ്രൂപ്പ്സ്. അതായത് ലോവർ ഇൻകമുള്ള, കുറഞ്ഞ ഇൻകമുള്ള ആൾക്കാരെ ഇടയിൽ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഗതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പീരീഡ് ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് റേഞ്ചിങ് ഫ്രം 1 to 10 years. മാക്സിമം 1 വർഷം മുതൽ, മിനിമം 1 വർഷം മുതൽ മാക്സിമം 10 വർഷം വരെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹയർ. സ്വാഭാവികമായിട്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനേക്കാൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ കിട്ടും. ദ മിനിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഈസ് ₹10 അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇനിയിപ്പോൾ 6 മാസത്തേക്ക് കിട്ടില്ലെങ്കിലും 1 വർഷത്തേക്ക് കിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഒരു സെർട്ടൈൻ ഇൻ്റർവെല്ലിൽ, റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ മിനിമം ₹10 മുതൽ മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, പെർമിഷൻ ഉണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പായിട്ട് പറയുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആണ്. കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ ഡെപ്പോസിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തൗട്ട് സ്പെസിഫൈഡ് മെച്യൂരിറ്റി ഡേറ്റ്. പ്രത്യേകിച്ച് ഒരു മെച്യൂരിറ്റി ഡേറ്റും ഇല്ലാതെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബാങ്കോ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് കറണ്ട് ഡെപ്പോസിറ്റ് ജനറലി ഓൺലി ഏൺ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. അതായത് ഈ കറണ്ട് ഡെപ്പോസിറ്റ്സിൽ മെയിനായിട്ട് എന്താണ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിസീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ബാങ്ക് അക്കൗണ്ട് ആർ ഓപ്പറേറ്റഡ് ടു റൺ എ ബിസിനസ്. നമുക്കൊക്കെ അറിയാം, ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു കറണ്ട് അക്കൗണ്ട് വേണം അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ഇൻട്രസ്റ്റ് ബിയറിംഗ് ബാങ്ക് അക്കൗണ്ട്. അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക് ഇടുന്നോ അത്രയും കാലത്തേക്ക് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരും. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ എന്തില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല. ഇറ്റ് നീഡ്സ് എ ഹയർ മിനിമം ബാലൻസ്. അതായത് സ്വാഭാവികമായിട്ട് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ മിനിമം
ഒരു നല്ലൊരു സംഖ്യ മിനിമം അക്കൗണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഒരു ബാലൻസ്. അതായത് സേവിങ്സ് അക്കൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ മിനിമം 500, 1000, 5000 ഒക്കെ ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ അത് റേഞ്ചിങ് ഫ്രം 5000 അല്ലെങ്കിൽ 50,000 മുതലാണ് എന്ത് പിന്നെ മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇറ്റ് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ദി ഷോർട്ട് ടേം ഫണ്ട് ബോറോഡ് ഫ്രം ദി ബാങ്ക്. അതായത് നമ്മൾ ഈ കറണ്ട് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ഫണ്ട് കടം വാങ്ങാം. കുറഞ്ഞ കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടം വാങ്ങാം. പക്ഷേ ആ കടം വാങ്ങുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സേവിങ്സ് അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഓൺ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം, രണ്ടിനും എന്താണ് ഏകദേശം സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകളാണ്. അത് പിന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് അപ്ലിക്കൻറ്റിന് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ള ആ ബ്രാഞ്ചിൽ അക്കൗണ്ടുള്ള ആരെങ്കിലും ഒരാൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒബ്റ്റെയിനിങ് സ്പെസിമെൻ സിഗ്നേച്ചർ, അതായത് സ്പെസിമെൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പുകൾ ഒരുപാട് കോപ്പീസ് നമ്മൾ സ്പെസിമെൻ കോപ്പിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് റിസീവിങ് ഇനീഷ്യൽ ഡെപ്പോസിറ്റാണ്. ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ, സ്പെസിമെൻ സിഗ്നേച്ചറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവും. അതാണ് ഓപ്പണിംഗ് ദ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഫില്ല് ചെയ്ത് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നോ യുവർ കസ്റ്റമറാണ്. KYC എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസവും 1 വർഷവും കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. അതാണ് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. അതിൽ ഫോട്ടോ, റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, നമ്മുടെ പിന്നെ മറ്റു ജോലിയുമായി ബന്ധപ്പെട്ട സംഗതികൾ, കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് ടൈപ്പ് പറയുന്നത് ഓപ്പറേറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ബാങ്കിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ ഫോമുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പെയിൻ സ്ലിപ്പ് ബുക്ക് ഉണ്ട്. പെയിൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ പൈസ അടയ്ക്കാൻ വേണ്ടി ഫില്ല് ചെയ്യുന്നൊരു ഫോമല്ലേ, അതിന് പറയുന്ന പേരാണ് പെയിൻ സ്ലിപ്പ്. പേ ഇൻ അകത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സ്ലിപ്പിനെ പറയുന്ന പേരാണ് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് പ്രിൻറ്റഡ് സ്ലിപ്പ് കോൾഡ് പെയിൻ സ്ലിപ്പ്. അതായത് ഒരു ബുക്കിൽ ഒരുപാട് ഷീറ്റുകൾ ഇങ്ങനെ ഒരേ സംഗതി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ദിസ് ബുക്ക് ഈസ് സപ്ലൈഡ് ബൈ ദ ബാങ്ക് ടു ദ കസ്റ്റമർ. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പിന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ ബുക്ക് സാധാരണ നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് ബാങ്ക് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ദിസ് ഡോക്യുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ്, ബില്ല് എക്സെട്ര. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനോ ചെക്ക് ഇടാനോ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ മറ്റു ബില്ലുകളോ എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ക്യാഷിൻ്റെ കൂടെ ചെക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൻ്റെ കൂടെയോ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആരാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നത്, എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഏത് മോഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ടാണ്, ഏത് ബ്രാഞ്ചാണ്, ഏത് ഡേറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ സഹിതം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോമിന് പറയുന്ന പേരാണ് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പരിചയമുള്ള സംഗതികളാണ്. രണ്ടാമത് ചെക്ക് ബുക്കാണ്. ചെക്ക് ബുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെക്ക് ബുക്ക് തരും. ആ ചെക്ക് ബുക്കിൽ പിന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതല്ല നമ്മളെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പകരം വേറൊരാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ചെക്ക് ബുക്കാണ് ഈ പറയുന്നത്. എ കസ്റ്റമർ ഈസ് ഓൾസോ പ്രൊവൈഡ് വിത്ത് എ ചെക്ക് ബുക്ക് ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട്. നമുക്ക് അക്കൗണ്ട് ചെക്ക് ബുക്കിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് കണ്ടെയ്ൻസ് 10 or 20 ബ്ലാങ്ക് ചെക്ക് ലീവ്സ് സീരിയലി നമ്പേർഡ്. അതായത് 1, 2, 3 എന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീരീസ് നമ്പറിൽ എന്താ പറയുക, അസെൻഡിങ് ഓർഡറിൽ 10 or 20 ബ്ലാങ്ക് ചെക്ക് ലീവ്സ് അടങ്ങുന്ന ഒരു ബുക്കാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിഡ്രോ ചെയ്യാനൊക്കെ മാക്സിമം ചെക്കാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു വിഡ്രോവൽ മണി ഫ്രം കറണ്ട് ആൻഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അത് കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ചെക്ക് ബുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് അക്കൗണ്ട് പൈസ പിൻവലിക്കുന്നത്. ഓക്കെ, അത് നമ്മളാണെങ്കിൽ നമുക്ക് പോയിട്ട് സെൽഫ് എന്ന് എഴുതി കൊടുത്താൽ മതി. അതല്ല നമുക്ക് പകരം വേറൊരാളാണ് പോകുന്നതെങ്കിൽ ടു എന്നുള്ളിടത്ത് അയാളുടെ പേര് എഴുതുക. ബാക്കിൽ ഇഷ്യൂ ചെയ്യുന്ന ആളുടെ പേരും മൊബൈൽ നമ്പറും സിഗ്നേച്ചറും, ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളുടെ പേരും സിഗ്നേച്ചറും മൊബൈൽ നമ്പറും എഴുതി നമുക്ക് ബാങ്കിൽ കൊടുത്താൽ നമുക്ക് പകരം ആരാണോ പോകുന്നത് അയാൾക്ക് ആ പൈസ കിട്ടും. ഓക്കെ, ഇനി പാസ്ബുക്ക് എന്നുള്ളതാണ്.
പാസ്ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോൾ ബുക്ക് ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഇഷ്യൂഡ് ബാങ്കർ ടു ഹിസ് കസ്റ്റമർ ടു റെക്കോർഡ് ഓൾ ഡീലിംഗ് ബിറ്റ്വീൻ ദം. അതായത് ഒരു കസ്റ്റമർ ഒരു ബാങ്കിനും ഇടയിൽ നടക്കുന്ന ഡീലിങ്സ്, വിഡ്രോവൽ ആണെങ്കിലും പിന്നെ അതല്ല പിന്നെ ഡെപ്പോസിറ്റ് ആണെങ്കിലും ഏത് രീതിയിലാണ് പിന്നെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, ചെക്കാണോ ഡ്രാഫ്റ്റാണോ ക്യാഷാണോ ഒക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്ന ഒരു സ്മോൾ ബുക്കാണ്. അത് ബാങ്ക് കൺസ്യൂമർക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ബുക്കാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. എ കോപ്പി ഓഫ് കസ്റ്റമർ അക്കൗണ്ട് ഇൻ ദ ബാങ്ക് ലെഡ്ജർ. അതായത് ബാങ്ക് ലെഡ്ജറിൻ്റെ കസ്റ്റമർ കോപ്പിയും കൂടിയാണ് എന്ത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ പർട്ടിക്കുലർ ഓഫ് കസ്റ്റമർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആസ് റെക്കോർഡഡ് ഇൻ ദ ബാങ്ക് ലെഡ്ജർ. അതായത് ബാങ്ക് ലെഡ്ജറിൽ കസ്റ്റമറുടെ എന്തൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതേ സംഗതികൾ പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം. ഇനി അടുത്തൊരു ടൈപ്പാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതായത് FD എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അണ്ടർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മണി ഈസ് ഡെപ്പോസിറ്റഡ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ്, സേ 6 months or 1 year or 5 year or ഈവൻ 10 years. എത്ര വർഷത്തേക്ക് വേണമെങ്കിലും എന്താണ് പിന്നെ നമുക്ക് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് ആണ്. അത് നമ്മൾ 6 മാസമാണെങ്കിൽ 6 മാസത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. 6 മാസത്തിനിടയിൽ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ 10 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ ആ 10 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മണി പിൻവലിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് പിന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദ മണി ഡെപ്പോസിറ്റ് ഇൻ അക്കൗണ്ട് കനോട്ട് ബി വിഡ്രോൺ ബിഫോർ ദ എക്സ്പയറി ഓഫ് പീരീഡ്. അതായത് ആ കാലം തീരുന്നതിന് മുമ്പ്, ഇപ്പോൾ എത്ര കാലത്തേക്കാണോ നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ സമയം തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കലും ആ എമൗണ്ട് പിൻവലിക്കാൻ പറ്റില്ല. അതാണ് ഫിക്സ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു ടൈപ്പ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനാണ്. ഇറ്റ് ഗ്യാരണ്ടീസ് എ ഹൈ ആസ് വെൽ ആസ് സ്റ്റഡി ഇൻകം ടു ദ ഡെപ്പോസിറ്റർ. ഡെപ്പോസിറ്റർക്ക് എന്താണ് സ്റ്റഡി ആയിട്ടും നല്ല ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു മെത്തേഡാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദ മണി ഡെപ്പോസിറ്റഡ് ബൈ എ ഡെപ്പോസിറ്റർ വിൽ ബി സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബാങ്ക്. അതായത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് FDക്കാണ്. ബാങ്കിൽ അതെന്താണ് ഡെപ്പോസിറ്ററുടെ മണി സേഫ് ആയിരിക്കും. ഇറ്റ് എൻകറേജസ് സേവിങ്സ് ഹാബിറ്റ് ഓഫ് ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് സേവിങ്സ് അക്കൗണ്ട് ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിന് സേവിങ്സ് ഹാബിറ്റ് എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻഡയറക്ട്ലി ബൂസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അതായത് കുറേ കാലത്തേക്ക് നമുക്ക് ആ പൈസ എന്ത് ചെയ്യാം, മറ്റു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ ഉപയോഗിക്കാൻ ബാങ്കിന് എന്ത് ചെയ്യും സാധിക്കും. അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അതൊരു കാരണമാവും. ഓക്കെ, ഇനി ലാസ്റ്റ് പറയുന്നത് റുപ്പി അക്കൗണ്ടാണ്. റുപ്പി അക്കൗണ്ട് എന്ന് പറയുന്നത് ദർ ആർ 3 types ഓഫ് റുപ്പി അക്കൗണ്ട്സ് ആർ അലൗഡ് ഫോർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ എന്നാൽ വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ. അതായത് വിദേശത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റുപ്പി അക്കൗണ്ട് എന്ന് പറയുന്നത്. നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഉണ്ട്. അതായത് NRI അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്കീം. അതായത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പുറത്തുള്ള ആൾക്കാർ അവിടെ പിന്നെ ഇതൊക്കെ കിട്ടിയ എന്താ പറയുക സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിയ ആൾക്കാർ അവർക്ക് കൊടുക്കുന്നതാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. നോൺ റെസിഡൻറ്റ് നോൺ റീപാട്രിയബിൾ റുപ്പി ഡെപ്പോസിറ്റ് സ്കീംസ്. ഈ 3 എണ്ണമാണ്. ഇത് 3 NRIക്ക് കൊടുക്കുന്ന സ്കീമുകളാണ്. അത് ഓരോന്നും ഓരോ ടൈപ്പ് NRIസിന് കൊടുക്കുന്നതാണ്. ജസ്റ്റ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ടാണ്. അവിടെ സെറ്റിലായി അവിടെ തന്നെ ജീവിക്കുന്ന ഇന്ത്യക്കാരായ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതാണ് ബാക്കി 2 എണ്ണം. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം. കാരണം ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.